അവൻ നിനക്ക് പ്രയോജനം ഉണ്ടാക്കാനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളത് തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. അവനെ നിനക്ക് പകരം എന്റെ അടുത്ത് തന്നെ നിർത്തിക്കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനെ കുറിച്ചുള്ളതായിട്ട് നമുക്ക് അറിയണമായിരിക്കും. 1-ാം നൂറ്റാണ്ടിലെ അടിമക്കച്ചവടം നിലവിലിരിക്കുന്ന കാലത്ത് അതിൻ്റെ ചെറിയ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ചില ആളുകൾ അടിമകൾ യജമാന്റെ വീട്ടിൽ നിന്ന് പോവും. അവിടെയുള്ള ജോലികളൊക്കെ ചെയ്ത് സൈനിക്കിട്ട് വരുമ്പോൾ അവർ കളഞ്ഞിട്ട് പോകും. അപ്പോൾ ഈ കളഞ്ഞിട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ചില അടിമകൾ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. ഈ ഒനോസിമോസിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പോലീസ് ഞാൻ അവൻ വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു തീർത്തുകൊള്ളാമെന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം അവൻ അവിടെ നിന്ന് എന്തോ തട്ടിക്കൊണ്ട് മോഷ്ടിച്ചുകൊണ്ടാണ് അവൻ പോയത്. അവരങ്ങ് പോയി. പക്ഷെ അന്ന് ഈ അടിമകളെ തിരിച്ചറിയാനായിട്ട് ഒരു മാർഗം ഉണ്ടായിരുന്നല്ലോ. ചില അടയാളങ്ങൾ അവരുടെ ശരീരത്തിൽ പെടുത്തുമായിരുന്നു. അങ്ങനെ ഈ ഒനോസിമോസിനെ ഈ അവിടുത്തെ പോലീസിന്റെ കയ്യിൽ പെട്ടു. അവർ നേരെ കൊണ്ടുവന്ന് ജയിലിലാക്കി. അപ്പൊ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ഒരു മുറിക്കകത്ത് അടച്ചിട്ട് കിടക്കുമ്പോൾ പുതിയ തടവുകാരൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കും, പരിചയപ്പെടും. അപ്പൊ ഈ വാസ്തവത്തിൽ ഈ ഒനോസിമോസ് പൗലോസ് അപ്പോസ്തലൻ കിടന്ന മുറിക്കകത്തായിരിക്കും വന്നിരിക്കുന്നത്. അവർ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഒനോസിമോസ് പറഞ്ഞതാണ്, ഞാൻ ഫിലോമോന്റെ വീട്ടിൽ നിന്നാണ് ചാടി വന്നത്. അപ്പൊ പൗലോസ് അയ്യോ ആ ഫിലോമോൻ എനിക്കറിയാമല്ലോ, അവിടെ സമയമുണ്ടല്ലോ, അവിടെ കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും ഒനോസിമോസിനോട് പൗലോസ് സുവിശേഷം പറഞ്ഞു. ഒനോസിമോസ് രക്ഷിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നു, സുവിശേഷം നിമിത്തം പടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ പ്രിയ മകനായ ഒനോസിമോസ് അവൻ രക്ഷിക്കപ്പെട്ടു. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ്റെ ആ ജയിലിൻ്റെ കാലാവധി കഴിഞ്ഞ് അവൻ തിരിച്ചു പോകണം, പുറത്ത് പോകണം. എവിടെ പോകാനാണ്? അവൻ അടിമയാണ്, അവന് പോകാനൊരു സ്ഥലമൊന്നുമില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ അങ്ങ് ഫിലോമോന്റെ വീട്ടിലോട്ട് തന്നെ പോകണം, നീ അവിടെ പൊക്കോ. ചിലപ്പോൾ ഈ ഒനോസിമോസ് പറഞ്ഞാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല, എന്നെ അവിടെ സ്വീകരിക്കത്തില്ല, ഞാൻ അവിടെ ഇങ്ങനെ ഇന്നൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്, എങ്ങനെ? അപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ എഴുതി കൊടുക്കുന്ന എഴുത്താണ് ഈ ഫിലോമോന്റെ ലേഖനം. അപ്പൊ ഇതിനകത്ത് ആ ഫിലോമോനോട് പൗലോസ് പറയുകയാണ്, ഇവൻ നിനക്ക് മുൻപേ പ്രയോജനമില്ലാത്തവനായിരുന്നു, അവനിപ്പോൾ അതാ തിരിച്ചയക്കുകയാണ്, ഇനി അവൻ നിനക്ക് എനിക്ക് പ്രയോജനപ്പെടുന്നവനാണ്. ഒരു അല്പകാലത്തേക്ക് അവൻ വേർപെട്ടിരുന്നത് ഏറ്റവും നന്നായി എന്ന് പറഞ്ഞ് അയക്കുകയാണ്. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ ഇനി ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി അവൻ വരുന്നത് ഒരു അടിമയായിട്ടല്ല, ദാസൻ അടിമയായിട്ടല്ല ഇനി വരുന്നത്, ഇനി അവൻ ഒരു പ്രിയ സഹോദരനായിട്ടാണ് വരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിലൂടെ അകത്ത് വെച്ച് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ അവൻ തടവുകാരനല്ല, അവൻ കുറ്റവാളിയല്ല, അവൻ നമ്മളൊരു പ്രിയ സഹോദരനാണ്. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെയാണ് അവരും എന്ത് ചെയ്തിരിക്കുന്നത്, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം. അവൻ നമ്മളെ പ്രിയ സഹോദരനായിട്ട് തീർക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് പോകണം. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കണം, ചിലപ്പോൾ ഞാനും അവിടെ ആകാമായിരുന്നു, എൻ്റെ മക്കൾ അവിടെ ആകാമായിരുന്നു. പക്ഷെ എന്തോ ദൈവം കൃപയാണ്, ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവം നമ്മളെ വീണ്ടെടുത്തു. നമുക്ക് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ വരാമായിരുന്നു. ഒരു എല്ലാ മനുഷ്യ ശരീരങ്ങളിൽ കുറ്റവാസനയുണ്ട്. നമ്മളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്, കുറ്റവാസനയുണ്ട്, അത് പ്രവർത്തിക്കാമായിരുന്നു. പക്ഷെ എവിടെയൊക്കെ ദൈവം അത് തട്ടി മാറ്റി. ചില കുഴപ്പങ്ങളിൽ ചാടാതെ ചില സന്ദർഭങ്ങളെല്ലാം ദൈവം നമ്മളെ വിടുവിച്ച് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി ഉണ്ടാകേണ്ട മനോഭാവം ഇതാണ്, എൻ്റെ പ്രിയ സഹോദരന്മാരാണ്, അവരുടെ അടുക്കിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, മോസസ് പാസ്റ്റർ പറഞ്ഞിട്ടല്ല നിങ്ങൾ പോകുന്നത്, മനസ്സിലാക്കണം, ഇത് ദൈവവചന അനുസൃതമായ ഒരു ശുശ്രൂഷയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അവരോട് പറയും, ഞാനൊരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പോസ്റ്റ്മാൻ എഴുത്ത് കൊണ്ടുവരും, മണിയോടുള്ള പണം എല്ലാം കൊണ്ടുവരും, നമ്മളത് മേടിച്ചിട്ട് നമുക്ക് പണം അയച്ചു തന്ന ആൾ അല്ലെങ്കിൽ കത്ത് അയച്ച ആൾ നമ്മൾ അവർക്കെല്ലാം മറുപടി എഴുതും, നന്ദി പറയും. പക്ഷെ ഈ പോസ്റ്റ്മാനോട് ആരെന്തെങ്കിലും പറയാറുണ്ടോ, ചോദിക്കാറുണ്ടോ? ഈ ഉച്ച നേരത്തെ പോസ്റ്റ്മാൻ ഒരു ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, എന്തോണ്ട് വിശേഷം ചോദിക്കാറുണ്ടോ?
നമ്മൾ പോസ്റ്റ്മാനെ കുറിച്ച് പരാതി പറയും. ഞാൻ എഴുത്തൊന്ന് സമയത്ത് കൊണ്ട് വരത്തില്ല, എവിടെയെങ്കിലും കൊണ്ട് എഴുതിയിട്ട് പോകും, അയാൾക്ക് തോന്നുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വരും. വാസ്തവം ഇതുപോലെ നമ്മളെ ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ്. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ സന്ദേശം നമ്മൾ അതിനകത്തോട്ട് കൊണ്ട് കൊടുക്കുക. വീടുകളിൽ മാത്രമല്ല, എവിടെയല്ല, ട്രാക്റ്റിലൂടെയാണെങ്കിൽ എവിടെയല്ല, അവരാരും നമ്മളെക്കുറിച്ച് അന്വേഷിക്കാറില്ല, നമ്മളെക്കുറിച്ച് ചോദിക്കാറില്ല. നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ടല്ല. ജയിലിൽ ചെന്നിട്ട് എന്നെ ബഹുമാനിക്കുമെന്നും എനിക്ക് വന്നവിടെ കസേരയിട്ട് തരുമെന്നും എനിക്കിഷ്ടമുള്ള ചൂട് വെള്ളം കൊണ്ട് തരുമെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. അവിടെ നമുക്ക് ഒരു ഇതും കിട്ടത്തില്ല. ചിലർ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പാടി ഒറ്റ എന്നെ രണ്ട് തെറി വിളിച്ചിട്ട് കാര്യം ആശുപത്രി പോയി അവിടെ വരും ഈ ബന്ധുക്കോസാണ്.